ഹലോ, എല്ലാവർക്കും നമസ്കാരം. 1993 ഇറങ്ങിയ മണിച്ചിത്രത്താഴ് മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ക്ലാസിക്കുകളിലും ഹിറ്റുകളിലും ഒന്നാണ്. മലയാളികൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമ, അല്ലെങ്കിൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന സിനിമയായിരിക്കും ഒരുപക്ഷെ മണിച്ചിത്രത്താഴ്. ഇന്നിതാ 31 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ റീമാസ്റ്റേർഡ് 4K അറ്റ്മോസ് വെർഷനിൽ മണിച്ചിത്രത്താഴ് വീണ്ടും റിലീസ് ചെയ്തിരിക്കുകയാണ്. വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ഉറപ്പിച്ചു ഫസ്റ്റ് ദിവസം തന്നെ കണ്ടിരിക്കുമെന്ന്. അങ്ങനെ ഇന്നലെ പോയി കണ്ടു. നല്ല തിയേറ്ററിൽ നല്ല സീറ്റിംഗ് പൊസിഷനിൽ ഇരുന്ന് തന്നെയാണ് കണ്ടത്. അപ്പോൾ എന്റെ അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. മണിച്ചിത്രത്താഴ് നമ്മൾ പലതവണ കണ്ടതാണ്. ടിവിയിലായാലും യൂട്യൂബിലായാലും ഇഷ്ടംപോലെ കണ്ടിട്ടുള്ള സിനിമയാണ്. രംഗങ്ങൾ പലതും അറിയാം. ഡയലോഗ്സ് വരെ പലർക്കും കാണാപ്പാടമാണ്. 5 ഡയലോഗ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പാട്ടുകൾ അന്നും ഇന്നും സൂപ്പർ ഹിറ്റായി നിൽക്കുന്ന, കലാമൂല്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് മലയാളത്തിലെ മണിച്ചിത്രത്താഴ്. എല്ലാ തരത്തിലും നല്ല രീതിയിൽ പൂർണ്ണതയുള്ള ഒരു സിനിമ. പുതിയ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? 93 എന്റെ 3ാമത്തെ വയസ്സിൽ ഞാൻ തിയേറ്ററിൽ നിന്ന് ഈ സിനിമ കണ്ടിട്ടുണ്ട്. ഇന്നതാ 31 വർഷങ്ങൾക്ക് ശേഷം ഞാൻ മറ്റൊരു അനുഭവത്തിലൂടെ, മറ്റൊരു പ്രായത്തിൽ മറ്റൊരു അനുഭവം കിട്ടുകയാണ് മണിച്ചിത്രത്താഴ് തിയേറ്ററിലൂടെ. അപ്പോ എന്റെ അനുഭവം പറയാം. ദേവദൂതൻ, സ്ഫടികം, ഈ 2 സിനിമകളും അറ്റ്മോസ് റീമാസ്റ്റേർഡ് വർഷം വന്നിരുന്നു. അതിൽ ദേവദൂതൻ ഞാൻ കണ്ടിരുന്നു. ദേവദൂതൻ റിവ്യൂ ഇട്ടിരുന്നു. നല്ല അഭിപ്രായമാണ്. ദേവദൂതൻ നല്ല നീറ്റായിട്ട് ചെയ്തിരുന്നു. കുറച്ച് കട്ടൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, എങ്കിലും നീറ്റായിട്ട് ചെയ്തിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മണിച്ചിത്രത്താഴിലേക്ക് വന്നാൽ റീമാസ്റ്റേർഡ് വെർഷൻ വീഡിയോ ആൻഡ് ഓഡിയോ രണ്ടും വേണമല്ലോ. അപ്പോ അറ്റ്മോസ് ചെയ്തിട്ടുള്ളത് സൗണ്ട് സിസ്റ്റത്തിനെ പറ്റി ആദ്യം പറയാം. ആദ്യം സൗണ്ട് ചെയ്തിരിക്കുന്നത് പണ്ട് 2.1 നോർമൽ സ്പീക്കർ സിസ്റ്റത്തിൽ ഇറങ്ങിയ ഒരു സിനിമയാണ്. അപ്പോ ഇന്ന് അറ്റ്മോസ് വെർഷനിൽ ഇറങ്ങിയ സിനിമ ഭയങ്കരമായ ഒരു എക്സ്പീരിയൻസ് ആണ് തന്നിരുന്നത്. സൗണ്ട് സിസ്റ്റം എന്നുള്ള രീതിയിൽ, സൗണ്ട് എഫക്ട് എന്നുള്ള രീതിയിൽ മണിച്ചിത്രത്താഴ്, ഇപ്പോഴത്തെ മണിച്ചിത്രത്താഴ്, ഇന്നിറങ്ങിയ മണിച്ചിത്രത്താഴ് ഒരു കിടിലം ഡോൾബി അറ്റ്മോസ് എക്സ്പീരിയൻസ് ആണ് എന്നുള്ളതിൽ സംശയം വേണ്ട. പ്രത്യേകിച്ച് ആ തെക്നിയിലൊക്കെ പോകുന്ന രംഗങ്ങളൊക്കെ ഭയങ്കരമായ ഒരു ഫീലാണ് തന്നത്. അത് ശരിക്കും പേടിപ്പിക്കുന്ന രീതിയിലുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മ്യൂസിക്കുകൾ പോലും ഓരോരോ സ്പീക്കറിലും നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ആ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഞാൻ പറയുന്നുണ്ട്. പാട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ വരുവാനിലാരും പാട്ട് നന്നായിരുന്നു. പഴന്തമിഴ് പാട്ട് സൂപ്പർ ആയിരുന്നു. തിയേറ്ററിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ബേസ് ഒക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒട്ടും തൃപ്തി തരാത്തത്, സിനിമയിൽ എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗാനം, ക്ലൈമാക്സിൽ ഒരു മുറൈ വന്ന് പാത്തായ എന്ന് പറയുന്ന ഗാനമാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മളെ മറ്റൊരു മൂഡിൽ എത്തിക്കുന്ന, ശരിക്കും രോമാഞ്ചം തരുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ആ പാട്ട് കാണുന്നതും കേൾക്കുന്നതും. പക്ഷെ ഇന്നലെ പുതിയ വെർഷനില് അത് പണ്ടത്തെ പാട്ടല്ല ഇട്ടത്, ഏതോ ഒരു പുതിയ രീതിയിൽ സൗണ്ട് മിക്സ് ചെയ്തൊരു പാട്ട്, ഒരു MP3 ഫോം, ഒരു ഹൈ ക്വാളിറ്റി MP3 എടുത്ത് ഒരു പഴയ സിനിമയുടെ ഇടയിൽ മിക്സ് ചെയ്തൊരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു തരത്തിലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആ പാട്ട് ഉണ്ടാക്കിയില്ല. എന്റെ മൈൻഡ് തന്നെ ഔട്ടായി പോയി. സാധാരണ ആ സിനിമ കാണുമ്പോൾ ആ പാട്ട് വരുന്ന ഭാഗത്ത് എനിക്ക് ഭയങ്കരമായ ഒരു രോമാഞ്ചം വരുന്ന ഒരു ഫീലാണ്. എന്നെ എൻഡിലോട്ട് കൊണ്ടെത്തിക്കുമ്പോൾ, നമ്മളെ മുൾമുനയിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ഫീല് തരുന്ന പാട്ടാണ്. ഇന്നലെ സിനിമയിൽ ആ ഫീല് കിട്ടിയില്ല. അതിന് കാരണം പുതിയൊരു ഓഡിയോ, ഓക്കല് പഴയതാണ് എങ്കിലും ഓഡിയോ മിക്സ് ചെയ്തിരിക്കുന്നത് നല്ല താഴ്ന്ന ലെവലിലാണ്. താഴ്ന്ന ഒരു ഓഡിയോയും ഉയർന്നു നിൽക്കുന്ന വോക്കലും, മൊത്തത്തിൽ അത് പുതിയൊരു മിക്സ് പോലെ ഫീൽ ചെയ്തു. ഒരിക്കലും ആ പഴയ സിനിമ കണ്ടുവരുന്ന ഒരു ഫീലില് ആ പാട്ട് നിന്നില്ല. പുതിയ ഏതോ ഒരു വെർഷനെ എടുത്ത് ഓഡിയോ ക്ലിപ്പ് കട്ട് ചെയ്ത് അല്ലാതെ കയറ്റിയ ഒരു ഫീലായിരുന്നു. അത് പറഞ്ഞു തരാൻ ഇത്രേ എനിക്ക് പറ്റൂ. നിങ്ങൾ കണ്ടാൽ നിങ്ങൾ കറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യും. ഒരിക്കലും മറ്റു പാട്ടുകൾ എനിക്ക് തന്ന എക്സ്പീരിയൻസ് തിയേറ്ററിൽ ആ പാട്ടുന്നില്ല. എന്തോ വലിയൊരു പ്രശ്നം, ക്വാളിറ്റി കൂട്ടി ഒരു പ്രശ്നം ഉണ്ടാക്കി. കാരണം ആ പഴയൊരു പടത്തിന്റെ ക്വാളിറ്റി നമുക്കറിയാമല്ലോ. എന്നുവെച്ചാൽ BGM ഒക്കെ നല്ല താന്നു നിന്നു, വോക്കൽ ഉയർന്നു നിന്നു. അങ്ങനത്തെ ഒരു പ്രശ്നം ആ പാട്ടിനുണ്ടായി. അത് സിനിമയുടെ ക്ലൈമാക്സിനെ നല്ല രീതിയിൽ ബാധിച്ചു. എന്റെ മനസ്സിൽ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പിന്നെ സൗണ്ടിന്റെ കാര്യം പറഞ്ഞു. പിക്ചർ ക്വാളിറ്റിയുടെ അതിലോട്ട് വന്നു കഴിഞ്ഞാൽ റീമാസ്റ്റേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്താൻ പോകുന്നത്, പണ്ട് ഫിലിമിൽ 3:4 ചെറിയ റേഷ്യോയിൽ ഷൂട്ട് ചെയ്ത ഒരു സാധാരണ ഫിലിമിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമയിൽ മണിച്ചിത്രത്താഴ് റീമാസ്റ്റേർഡ് ആയിട്ട് വരുമ്പോൾ എന്ത് അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത്? പിക്ചർ ക്വാളിറ്റിയാണ് കണ്ണിലെ നമുക്ക് പ്രധാനം. പിക്ചർ ക്വാളിറ്റിയാണ് വലുത്. പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിക്ചർ ക്വാളിറ്റിയിൽ സാരമായ യാതൊരു മാറ്റവും എനിക്ക് തോന്നിയില്ല. കുറെ കളർ അടിച്ചു കയറ്റിയിട്ടുണ്ട്. പിന്നെ ക്ലോസപ്പ് ഷോട്ടുകളിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ വ്യക്തികളെയും നല്ല രീതിയിൽ നമുക്ക് കാണാം. പഴയ വ്യക്തികളെ കാണാം. ക്ലോസപ്പ് ഷോട്ടുകളിലും മിഡ് ഷോട്ടുകളിലും വ്യക്തികളെ നല്ലവണ്ണം കാണാം. മോഹൻലാല്, ഇപ്പൊ സുരേഷ് ഗോപി ആയാലും, പിന്നെ വിനയ പ്രസാദ്, ശോഭന, ഇവരുടെയൊക്കെ സൗന്ദര്യമൊക്കെ നമുക്ക് നല്ലവണ്ണം എൻജോയ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ക്ലോസപ്പ് ഷോട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ലോങ് ഷോട്ടുകളെല്ലാം ഇപ്പോഴും ബ്ലർ തന്നെയാണ്. പണ്ടത്തെ സെയിം ഫോർമാറ്റ് തന്നെയാണ്. എനിക്ക് അങ്ങനെ വേറെ ഒന്നുമില്ല. പിന്നെ കുറെ ഗ്രെയിൻസ് മാറ്റിയിട്ടുണ്ട്.
കുറെ വരയും കുറിയൊക്കെ മാറ്റിയിട്ടുണ്ട്. സ്ക്രീനിന്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഷേക്ക് ഒക്കെ വരുന്ന പോർഷനൊക്കെ അത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനപ്പുറം വേറൊരു കറക്ഷൻ അതിൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിഗ് സ്ക്രീനിൽ കണ്ടാലും ഒരു പഴയ സിനിമ കാണുന്ന ഒരു മങ്ങലൊക്കെ ഇപ്പോഴും ആ ഫ്രെയിമിന്റെ അകത്തുണ്ട്. എന്നാൽ ദേവദൂതൻ അങ്ങനെയല്ലായിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. വ്യത്യാസമുണ്ട്. ഇത് 93 പടമാണ്, ദേവദൂതൻ 2000 ഫിലിമാണ്. വ്യത്യാസം ഉണ്ടായിരിക്കാം. എങ്കിലും പിന്നെ സിനിമയുടെ ഒരു 75% കഴിഞ്ഞപ്പോ കളറിനും പ്രശ്നം ഉണ്ടായി. അവന്റെ കളറൊക്കെ അങ്ങ് മാറി, അവന്റെ കളറൊക്കെ പോയി, ഇടയ്ക്കൊക്കെ ഒരുമാതിരി ബ്ലൂയിഷ് ടോണൊക്കെ അടിച്ച് കയറി വന്നു. മൊത്തത്തിൽ ആ ഫ്രെയിമിന്റെ കറക്ഷൻ എല്ലാം തെറ്റി, വല്ലാത്തൊരു അവസ്ഥയിലോട്ടൊക്കെ പടം മാറി. എന്നിട്ട് വീണ്ടും കറക്റ്റ് ശരിയായി വന്നു. ഓരോന്നിനും ഓരോ ക്വാളിറ്റി. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തോളൂ. ഗ്രെയിൻസ് മാറ്റി ഒന്ന് സ്മൂത്ത് ആക്കി, ഫ്രെയിമിൽ വേറെ വരയും കുറിയൊന്നും ഇല്ലാത്ത രീതിയിൽ ഓക്കെ ആക്കി. പക്ഷെ ക്വാളിറ്റി എന്നും പഴയ ക്വാളിറ്റി തന്നെ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കളർ മാത്രം കേട്ടിട്ടുണ്ട്, കളറും കോൺട്രാസ്റ്റ് ഒക്കെ കേട്ടിട്ടുണ്ട്. ക്വാളിറ്റി പഴയ തന്നെയാണ്. വ്യത്യാസം സൗണ്ടിൽ മാത്രമാണ് കണ്ടത്. പിന്നെ ട്രിമ്മിംഗ് ഉണ്ടോ, അതായത് കട്ട്, ദേവദൂതനിൽ ഏതാണ്ട് അരമണിക്കൂറോളം സിനിമ കട്ട് ചെയ്ത് ചുരുക്കി കളഞ്ഞു. മണിച്ചിത്രത്താഴിൽ അങ്ങനെ എന്താണ് കട്ട് ചെയ്തത്? ഒന്നും കട്ട് ചെയ്തിട്ടില്ല. ഫ്രഷ് ഫോമിൽ തന്നെ സിനിമ ഇട്ടിട്ടുണ്ട്. അതൊരു വളരെ നല്ല കാര്യമാണ്. മണിച്ചിത്രത്താഴി തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ സാധാരണ എന്താണ് കണ്ടതോ ആ എല്ലാ രംഗങ്ങളും ഉണ്ട്. ഒരല്പം പോലും കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു നല്ല കാര്യം. പിന്നെ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം എന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് ആ പഴയ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ആ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടതിനേക്കാളും വേറെ രീതിയിൽ, അതായത് പണ്ടത്തെ ഒരു സിനിമ അത് എത്രത്തോളം നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് വീണ്ടും കാണുമ്പോൾ തരുന്നത് എന്ന് ഇന്നലെ മനസ്സിലായി. ഓരോ പുതിയ സിനിമകൾ 2 മണിക്കൂറാണെങ്കിൽ പോലും കണ്ടു തീർക്കാൻ പെടുന്ന പാട്, ചില സമയത്ത് തിയേറ്ററിൽ ഇരുന്ന് പാടുപെടുന്നത് എനിക്ക് എന്റെ ഒരു ശാരീരികമായ ഒരു അവസ്ഥയിൽ നട്ടനെന്ന് വർത്തുന്നു, കൈത്തൊടിക്കുന്നു, ഇങ്ങനെ കൈ ആക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. പുതിയ സിനിമകൾ കാണുമ്പോൾ 2.5 മണിക്കൂർ ഒറ്റ ഇരിപ്പിൽ, ഇന്റർവെൽ അല്ലാതെ അനങ്ങിയതില്ല. 2.5 മണിക്കൂർ എങ്ങനെ പോയി എന്നറിയില്ല. അത് ആ സിനിമയുടെ ഒരു ഭയങ്കരമായ മാജിക്കാണ്. അത് ഇന്നലെ എനിക്ക് വീണ്ടും കിട്ടിയതിൽ സന്തോഷമുണ്ട്. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു കാര്യം ക്ലൈമാക്സിൽ ആ പാട്ടിലുണ്ടായ ഒരു പോരായ്മയാണ്. അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. പഴയ പാട്ട് അതുപോലെ കണ്ടാൽ മതി എന്ന് തോന്നിപ്പോയി. നല്ല വ്യത്യാസം ഫീൽ ചെയ്തു. അത് മാത്രമാണ് എനിക്ക് അതിലുണ്ടായ വിഷമം. പിന്നെ റീമാസ്റ്റേർഡ് വെർഷൻ എന്ന് പറയാൻ അത്ഭുതകരമായ പിക്ചർ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി ഒന്നും അതിൽ പ്രതീക്ഷിക്കേണ്ട. അതും സംഭവിച്ചിട്ടില്ല. മലയാളം കണ്ട ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് 1993 തിരുവനന്തപുരം ശ്രീകുമാർ തിയേറ്ററിൽ 366 ദിവസത്തോളം, അതായത് ഒരു വർഷത്തോളം 4 ഷോയും കണ്ടിന്യൂസ് ആയിട്ട് കളിച്ച ഒരു സിനിമയാണ് മണിച്ചിത്രത്താഴ്. IMDbയിൽ ഇപ്പോഴും ടോപ്പ് നമ്പർ 1-ൽ നിന്നും ചെറിയൊരു വ്യത്യാസം 2-ലേക്ക് വന്നിട്ടുണ്ട്. എങ്കിലും ഇത്രയും നാൾ ടോപ്പ് നമ്പർ 1-ൽ നിന്ന ഒരു സിനിമയാണ് മണിച്ചിത്രത്താഴ്. മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമയെന്നോ ഏറ്റവും വലിയ ഹിറ്റെന്നോ വേണമെങ്കിൽ നമുക്ക് മണിച്ചിത്രത്താഴിനെ പറയാം. അത് വീണ്ടും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനിയും അങ്ങനെയുള്ള അവസരങ്ങൾ, റീമാസ്റ്റേർഡ് അവസരങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.